ഹലോ എവരിവൺ, ഏവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ അഡ്ജക്റ്റീവ് എന്ന ടോപ്പിക്കാണ്. പല ആളുകൾക്കും സ്ഥിരം കൺഫ്യൂഷൻ വരുന്ന ഒരു മേഖലയാണ് അഡ്ജക്റ്റീവ്. അപ്പോൾ എന്താണ് അഡ്ജക്റ്റീവ് എന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കി വെക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് പല ആളുകളും നേരിടുന്നത്. സോ ഇന്ന് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന ടോപ്പിക്ക് വളരെ ഭംഗിയായിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എന്താണ് അഡ്ജക്റ്റീവ് എന്ന് നമുക്ക് നോക്കാം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിനെയോ ഒരു പ്രൊനൗണിനെയോ വിശദീകരിക്കാൻ വേണ്ടി വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ആൻ അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ഓർ ക്വാളിഫൈസ് എ നൗൺ ഓർ പ്രൊനൗൺ. ഒരു നൗണിനെ അല്ലെങ്കിൽ ഒരു പ്രൊനൗൺ. എന്താണ് നൗൺ എന്ന് നമുക്കറിയാം, നാമം, നെയിമിംഗ് വേർഡാണ് നൗൺ. പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ഹി, ഷീ, ഇറ്റ്, ഒരു നൗണിന് പകരം വരുന്നതാണ് പ്രൊനൗൺ. ഇത് രണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ടോപ്പിക്കുകളാണ്. സോ ഈ നൗണിനും പ്രൊനൗണിനും വിശദീകരണം കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ടെല്ലിങ് us what kind of noun or pronoun it is. അപ്പോൾ ഒന്നിനെ വിശദീകരിക്കുക എന്ന് പറയുമ്പോൾ അവൻ ഒരു കുട്ടിയാണ്. എങ്ങനെയുള്ള കുട്ടി? ചെറിയ കുട്ടിയാണോ വലിയ കുട്ടിയാണോ? അങ്ങനെ നാം പറയുന്ന നൗണിനെ കുറിച്ച് ഒരു വിശദീകരണം കൊടുക്കുന്നതിന് വേണ്ടിയാണ് അഡ്ജക്റ്റീവ് കൊണ്ടുവരുന്നത്. ഈ അഡ്ജക്റ്റീവ് നൗണിന് മുന്നിലാണോ പിന്നിലാണോ വരുന്നത്? അഥവാ ഒരു നൗൺ പറയുമ്പോൾ അതിൻ്റെ വിശദീകരണം ആ നൗണിന് തൊട്ട് മുന്നിലാണോ ശേഷമാണോ വരുന്നത് എന്നൊരു സംശയം പല ആളുകൾക്കും ഉണ്ട്. അപ്പോൾ ടിപ്പിക്കലി നമ്മൾ നൗണിന് മുന്നിലാണ് അഡ്ജക്റ്റീവിനെ ചേർക്കുന്നത്. വെരി ഗുഡ് ഓർത്തിരുന്നാൽ മതി. വെരി ഗുഡ്, വളരെ നല്ലത്, വെരി ഗുഡ്. അല്ലെങ്കിൽ സ്മോൾ ബോയ് എന്ന് ഓർത്തിരുന്നാൽ മതി, ചെറിയ കുട്ടി. അപ്പോൾ ബോയ് എന്നുള്ളതാണ് അവിടുത്തെ നൗൺ. ആ നൗണിനെ വിശദീകരിക്കാൻ വന്ന സ്മോൾ എന്ന പദം അത് അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവ് എവിടെയാണ് വന്നത്? നൗണിന് മുന്നിലാണ്. ടിപ്പിക്കലി അങ്ങനെയാണ് വരാറ്. സോ നൗണിന് മുന്നിൽ വരുന്ന വിശദീകരണത്തെക്കുറിച്ച് നമ്മൾ പറയും. അതൊരു ആട്രിബ്യൂട്ടീവ് യൂസിന് വേണ്ടി, അഥവാ ആ നൗൺ എങ്ങനെയുള്ളതാണ് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി വരുന്നതാണ്. ദ അഡ്ജക്റ്റീവ് കം ബിഫോർ ദ നൗൺ, ഇറ്റ് മോഡിഫൈസ്. ഉദാഹരണം, ഷീ ഈസ് എ ഗുഡ് ടീച്ചർ. അവൾ നല്ല ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ എന്നതാണ് നമ്മുടെ നൗൺ. ആ നൗണിനെ വിശദീകരിക്കാൻ വന്നതാണ് ഗുഡ് എന്ന പദം. സോ ആ ഗുഡ് എന്ന പദം ഒരു അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവ് നൗണിന് മുന്നിൽ വന്നു. സാധാരണഗതിയിൽ അങ്ങനെയാണ്, അധിക സ്ഥലങ്ങളിലും അങ്ങനെയാണ് വരുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ നൗണിന് ശേഷവും അഡ്ജക്റ്റീവ് വരാറുണ്ട്. അതിന് നമ്മൾ പ്രെഡിക്കേറ്റീവ് എന്ന ഒരു പേരിൽ നമ്മൾ പറയും. സോ ദ അഡ്ജക്റ്റീവ് കംസ് ആഫ്റ്റർ എ ലിങ്കിങ് വേർബ്. ഒരു ലിങ്കിങ് വേർബ് അഥവാ ഒരു ഓക്സിലറി വേർബ്. ഓക്സിലറി വേർബിന് ശേഷമാണ് നമ്മളൊരു അഡ്ജക്റ്റീവിനെ കാണുന്നത് എങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക അതൊരു പ്രെഡിക്കേറ്റ് ആണ്. പ്രെഡിക്കേറ്റ് അഥവാ സബ്ജക്റ്റിനെ വിശദീകരിക്കുന്നതാണ്. അപ്പം ഞാൻ ഈ ആദ്യം പറഞ്ഞതുണ്ടല്ലോ, അതാണ് നമ്മൾ ടിപ്പിക്കലി കാണുന്ന അഡ്ജക്റ്റീവ്. നമ്മൾ അധിക സ്ഥലങ്ങളിലും കാണുന്ന അഡ്ജക്റ്റീവ് അതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട അഡ്ജക്റ്റീവും അത് തന്നെയാണ്. ഇനി നമ്മൾ അഡീഷണലി ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. ചില സമയങ്ങളിൽ സബ്ജക്റ്റിന് വിശദീകരിക്കാൻ വേണ്ടി നമ്മൾ ചില നൗൺസിനെ യൂസ് ചെയ്യും. ഇപ്പം ഇവിടെ കണ്ടില്ലേ, ബിമല ഈസ് ഇൻ്റലിജൻറ്റ്. അപ്പോൾ ബിമല ഈസ് ഇൻ്റലിജൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ബിമല എന്നത് സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റിനെ വിശദീകരിക്കുന്നതിന് വേണ്ടി വന്നതാണ് ഈ ഇൻ്റലിജൻറ്റ്. ബിമല ഇൻ്റലിജൻ്റ് ആണ്. അപ്പോൾ ബിമലയുടെ ഒരു സവിശേഷതയാണ് അല്ലെങ്കിൽ വിശദീകരണമാണ് ഇൻ്റലിജൻറ്റ്. അതുകൊണ്ട് നമുക്ക് അതിനെ അഡ്ജക്റ്റീവ് എന്ന് പറയാം. മനസ്സിലായോ? ഇനി ഒരു സെൻറ്റൻസിൽ അടുത്തൊരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സെൻറ്റൻസിൽ ആരെക്കുറിച്ചാണോ പറയുന്നത് അതാണ് സബ്ജക്റ്റ് അല്ലേ? അഥവാ ആ സെൻറ്റൻസിലെ ഹീറോ സബ്ജക്റ്റാണ്. ഒരു സെൻറ്റൻസിൻ്റെ ഹീറോ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റിനെ നാം വിശദീകരിക്കാൻ ഉപയോഗിക്കുന്നത് പ്രെഡിക്കേറ്റാണ്. അഥവാ സബ്ജക്റ്റിനെ കുറിച്ചുള്ള വിശദീകരണം പ്രെഡിക്കേറ്റാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു സെൻറ്റൻസിലെ ഹീറോ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. അഥവാ ആ ഒരു സെൻറ്റൻസ് നമ്മൾ കൊണ്ടുവരുന്നത് തന്നെ സബ്ജക്റ്റിനെ കുറിച്ച് പറയാനാണ്. ഇനി നമ്മൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്, അഥവാ ആ സബ്ജക്റ്റിനെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്, അതിനെ നമ്മൾ പറയുന്നത്
പ്രെഡിക്കേറ്റ് ആണ്, പ്രെഡിക്കേറ്റ്. സോ ഈ ഒരു പ്രെഡിക്കേറ്റ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അതൊരു അഡ്ജക്റ്റീവ് കൂടിയാണ് എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. അത് പലപ്പോഴും ഒരു ഹയർ ലെവൽ ചോദ്യങ്ങൾക്കൊക്കെ വരാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അഡ്ജക്റ്റീവ് വളരെ സിമ്പിളായിട്ട് ചോദിച്ചാൽ ഒരു നൗണിനെ വിശദീകരിക്കാൻ വരുന്നതാണ് അഡ്ജക്റ്റീവ്. ഈ അഡ്ജക്റ്റീവ് പലതരത്തിൽ വരും, പലതരത്തിലുള്ള അഡ്ജക്റ്റീവ് ഉണ്ട്. അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി, ഒരു വസ്തുവിൻ്റെ സവിശേഷതയെക്കുറിച്ച് പറയാനുള്ള അഡ്ജക്റ്റീവ്. അതേപോലെ പ്രോപ്പർ അഡ്ജക്റ്റീവ്, ഓരോന്നും നമ്മൾ വിശദീകരിക്കും കേട്ടോ. അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി, അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ, ഡിമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്, ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്, പൊസസീവ് അഡ്ജക്റ്റീവ്. ഇങ്ങനെ പല തരത്തിലുള്ള അഡ്ജക്റ്റീവ്സ് നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. ഇതിൽ ഓരോന്നും എന്താണ് എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവ ഓർത്തിരിക്കാൻ കഴിയും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആണ് അല്ലേ? ക്വാളിറ്റി, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ ഗുണത്തെയാണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഗുണത്തെ കുറിച്ച് പറയുന്ന അഡ്ജക്റ്റീവാണ് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി. ഇപ്പോൾ ഗുണം എന്ന് പറയുമ്പോൾ അവൻ നല്ലതാണ്, അപ്പോൾ നല്ലത് എന്നുള്ളതൊരു ഗുണമാണ്, ഒരു ക്വാളിറ്റിയാണ്. അവൻ മോശമാണ്, അതും ഒരു ക്വാളിറ്റിയാണ്. ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാകാം. അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ക്വാളിറ്റി, അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നല്ലത് മാത്രമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നല്ലതും വരും, ചീത്ത ആയതും വരും. സോ അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി വിച്ച് റിവീൽസ് എ ക്വാളിറ്റി, ഡിഫക്റ്റ് ഓർ അപ്പിയറൻസ് ഓഫ് എ നൗൺ. ഒരു നൗണിൻ്റെ ഗുണത്തെ അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മയെ, അതിൻ്റെ അപ്പിയറൻസിനെ കുറിച്ച് വിശദീകരിക്കുന്നതാണ് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി. ഉദാഹരണം കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആൻ ഹോണസ്റ്റ് മാൻ. അപ്പോൾ ഇവിടെ മാൻ എന്നുള്ളത് നൗണാണ്. ആ നൗണിൻ്റെ വിശേഷണമാണ് ഹോണസ്റ്റ്. ഹോണസ്റ്റ്, സത്യസന്ധൻ അല്ലെങ്കിൽ വിശ്വസ്തൻ. ലോയലാണ് വിശ്വസ്തനല്ലേ? അപ്പോൾ സത്യസന്ധൻ. അപ്പോൾ ഹോണസ്റ്റ് എന്ന് പറയുമ്പോൾ അത് അയാളുടെ യോഗ്യതയാണ്, പോസിറ്റീവായിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ ക്വാളിറ്റിയെ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഈ അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി നമുക്ക് രണ്ട് തരത്തിൽ യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാനത് ഒരുപാട് വിശദീകരിക്കുന്നില്ല. ഇവിടെ വന്നതുപോലെ നൗണിന് മുന്നിൽ എ വൈസ് കിങ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാം അല്ലേ? അപ്പോൾ അവിടെ വൈസ്, രാജാവിൻ്റെ വിശേഷണമാണ്. അദ്ദേഹം വളരെ ബുദ്ധിശാലിയാണ് എന്നുള്ളത്, വൈസ് ആണ് എന്നുള്ളത്. ഇനി നമുക്കതിനെ വേർബിന് ശേഷമായിട്ട് അഥവാ ഒരു പ്രെഡിക്കേറ്റ് പോലെ യൂസ് ചെയ്യാം. ദ വെദർ. ദ വെദർ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, ഈ സെൻറ്റൻസ് നമ്മൾ പറഞ്ഞത് തന്നെ, കൊണ്ടുവന്നത് തന്നെ വെദറിനെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. എങ്ങനെയുള്ള വെദറാണ്? വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള വെദറാണ്. അപ്പോൾ ഇത് പ്രെഡിക്കേറ്റീവ് ആണ്. മാത്രമല്ല ഈ വെദറിനെ വിശദീകരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? അതിനെക്കുറിച്ച് അഡ്ജക്റ്റീവ് ആണ് എന്ന് കൂടി പറയാവുന്നതാണ്. അപ്പോൾ ഈ സംഗതി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണമെങ്കിൽ മാത്രമാണ് അങ്ങോട്ടേക്ക് ക്വസ്റ്റ്യൻസ് പോകുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഇതിന് അടുത്ത ചോദ്യത്തിലേക്ക്, അടുത്ത ഒരു ടൈപ്പിലേക്ക് വരാം. പ്രോപ്പർ അഡ്ജക്റ്റീവ്. പ്രോപ്പർ അഡ്ജക്റ്റീവ് വളരെ എളുപ്പമാണ്. പ്രോപ്പർ നൗൺ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത വസ്തുവിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പേരാണ് പ്രോപ്പർ നൗൺ. ഇപ്പോൾ എൻ്റെയും നിങ്ങളുടെയും പേര് അത് പ്രോപ്പർ നൗൺ ആണ്. ഒരു സ്ഥലത്തിൻ്റെയും ഒരു വസ്തുവിൻ്റെയും പേര് അത് പ്രോപ്പർ നൗൺ ആണ്. അപ്പോൾ പ്രോപ്പർ നൗൺ എന്ന് പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ഫോംഡ് ഫ്രം പ്രോപ്പർ നൗൺ. ഒരു പ്രോപ്പർ നൗണിൽ നിന്നുണ്ടാകുന്ന അഡ്ജക്റ്റീവിനാണ് നമ്മൾ പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഉദാഹരണം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി. മൊണാസ്ട്രി എന്ന് പറഞ്ഞാൽ അത് ആശ്രമമാണ്, ആശ്രമം. ബുദ്ധിസം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗണാണ് അല്ലേ? ബുദ്ധിസം അഥവാ ബുദ്ധമത വിശ്വാസത്തെ ആചരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധമതം എന്ന ഐഡിയോളജിയെ നമ്മൾ പറയുന്നത് ബുദ്ധിസം. അത് ആചരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് ബുദ്ധിസ്റ്റ്. അപ്പോൾ ഈ ബുദ്ധിസം എന്ന അല്ലെങ്കിൽ ബുദ്ധൻ എന്ന പ്രോപ്പർ നൗണിൽ നിന്നാണ് ഈ ഒരു അഡ്ജക്റ്റീവ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പ്രോപ്പർ നൗണിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അഡ്ജക്റ്റീവിനെ പറയുന്ന പേരാണ് പ്രോപ്പർ അഡ്ജക്റ്റീവ്. അപ്പോൾ ബ്രിട്ടീഷ് റൂൾ, ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമാണ്. റൂൾ എന്ന് പറയുന്ന നൗണിനെ വിശദീകരിക്കാൻ വന്നതാണ് ബ്രിട്ടീഷ്. അപ്പോൾ ബ്രിട്ടീഷ് അഡ്ജക്റ്റീവാണ്. ബ്രിട്ടൻ എന്ന സ്ഥലത്തിൽ നിന്ന് നമ്മൾ ബ്രിട്ടീഷുകാർ, അതൊരു പ്രോപ്പർ നൗണാണ്. അപ്പോൾ ആ ഒരു ബ്രിട്ടീഷ് എന്ന് പറയുന്ന പ്രോപ്പർ നൗണിനെ ഇവിടെ ഒരു അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു. സോ അതൊരു പ്രോപ്പർ അഡ്ജക്റ്റീവാണ്. പേരിൽ നിന്ന് തന്നെ പിടിക്കുക കേട്ടോ, പ്രോപ്പർ അഡ്ജക്റ്റീവ്. അപ്പോൾ പ്രോപ്പർ നൗണിൽ നിന്നും ഉണ്ടായി വരുന്ന അഡ്ജക്റ്റീവാണ് പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി.
നമ്മൾ നേരത്തെ ക്വാളിറ്റി പറഞ്ഞു, ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എണ്ണമാണ് അല്ലേ, എത്രത്തോളം അതുണ്ട്. ഒരു വസ്തു വലുതാണോ ചെറുതാണോ, ഒരുപാടുണ്ടോ കുറച്ചാണോ ഉള്ളത്, അതാണ് ക്വാണ്ടിറ്റി. നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ക്വാളിറ്റിയാണ്. അത് വലുതാണോ ചെറുതാണോ, കുറച്ചാണോ കൂടുതലാണോ, അത് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അഡ്ജക്റ്റീവ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഒരു വസ്തുവിൻ്റെ ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്ന അഡ്ജക്റ്റീവാണ് അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എണ്ണമല്ല, കുറച്ചാണോ കൂടുതലാണോ അങ്ങനെ ഓർത്താൽ മതി. എണ്ണത്തെക്കുറിച്ച് പറയാൻ നമ്മൾ നമ്പർ പറയും, ഇവിടെ കുറച്ചാണോ കൂടുതലാണോ എന്നുള്ളതാണ്. സം മിൽക്ക്, കുറച്ച് പാല്. അപ്പോൾ സം എന്നുള്ളത് ഒരു ക്വാണ്ടിറ്റി അഡ്ജക്റ്റീവാണ്, അത് കുറച്ചാണോ കൂടുതലാണോ എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. അതേപോലെ ഇനഫ് ഓയിൽ, വേണ്ടുവോളം എണ്ണയുണ്ട്. ഇനഫ് എന്ന് പറഞ്ഞാൽ വേണ്ടുവോളം അല്ലെങ്കിൽ മതിയാവോളം. അപ്പം അതെന്തല്ലേ, നമുക്ക് ഒരു ക്വാണ്ടിറ്റിയെ പറഞ്ഞു തരുന്ന സംഗതിയല്ലേ. അതേപോലെ സഫിഷ്യൻറ്റ്, വേണ്ടത്ര അല്ലെ, സഫിഷ്യൻറ്റ് ഷുഗർ, വേണ്ടത്ര പഞ്ചസാര നമ്മുടെ കയ്യിലുണ്ട്. അപ്പം സം, ഇനഫ്, സഫിഷ്യൻറ്റ്. നോ മാനേഴ്സ്, നോയും ഒരു അഡ്ജക്റ്റീവാണ്, നോ മാനേഴ്സ്, അവൻ എന്തില്ല, അവന് നല്ലൊരു സ്വഭാവം ഇല്ല, അല്ലെങ്കിൽ നല്ലൊരു ശീലമില്ല, നല്ലൊരു സംസ്കാരം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇല്ല അല്ലെ. ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ കുറച്ചുണ്ട് അല്ലെങ്കിൽ തീരെ ഇല്ല, അതും ക്വാണ്ടിറ്റി ആണല്ലേ. തീരെ ഇല്ല എന്ന് പറയുന്നതും ഒരു ക്വാണ്ടിറ്റി ആണല്ലേ. ഏതുപോലെ 0 എന്ന് പറയുന്നത് ഒരു നമ്പറാണ് എന്ന് പറയുന്നത് പോലെ. നമ്മൾ പക്ക മാത്സിലേക്ക് ഇറങ്ങരുത്. 0, 1, 2, 3 എന്ന് പറയുമ്പോൾ 0യെ നമുക്ക് നമ്പറായിട്ട് പരിഗണിക്കാം. അതേപോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ക്വാണ്ടിറ്റി ആണോ, ആണ്. അതേപോലെ തന്നെ തീരെ ഇല്ല അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതും ഒരു ക്വാണ്ടിറ്റി തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. സോ നോ മാനേഴ്സും അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആണ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ. നേരത്തെ അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ പറഞ്ഞു കുറച്ചുണ്ട്, കൂടുതലുണ്ട്, അല്ലെങ്കിൽ ഒരുപാടുണ്ട്, വേണ്ടുവോളം ഉണ്ട്. അപ്പോൾ ഇനഫ്, സഫിഷ്യൻറ്റ് ഒക്കെ അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആണ്. അതേപോലെ നോ, തീരെ ഇല്ല എന്നുള്ളതും അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആണ്. ഇനി അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ആകുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ടും ഒരു സംഖ്യ ഉപയോഗിച്ച്, ഒരു നമ്പർ ഉപയോഗിച്ച് തന്നെ ഒബ്ജക്റ്റിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യും. സോ അഡ്ജക്റ്റീവ്സ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിൻ്റെ നമ്പറിനെ, അത് 1 ആണോ 2 ആണോ 3 ആണോ എന്ന് കൃത്യമായിട്ട് നമ്മൾ സൂചിപ്പിക്കും. അതിനെയാണ് അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ എന്ന് പറയുന്നത്. ഈ അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ 2 തരത്തിലുണ്ട്. ഡെഫിനിറ്റീവ് ഉണ്ട്, ഇൻഡെഫിനിറ്റീവ് ഉണ്ട്. ഡെഫിനിറ്റ് ആകുന്ന സമയത്ത് when they address a definite number person they are called definitive adjective of number. ഒരു കൃത്യം എണ്ണത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അത് ഡെഫിനിറ്റ് ആണ്. ഇപ്പോൾ കണ്ടോ, 5 boys, 5 ആൺകുട്ടികൾ. 5th ക്ലാസ്, 5ാമത്തെ ക്ലാസ്. അപ്പോൾ ഒരു കൃത്യ അല്ലെങ്കിൽ ഒരു നിശ്ചിത നമ്പർ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഓഫ് നമ്പറിൽ തന്നെ ഡെഫിനിറ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഇനി ഇൻഡെഫിനിറ്റ് ഉണ്ട്. when they do not express a definite number, ഒരു നിശ്ചിത നമ്പർ എടുത്ത് പറയുന്നില്ല എങ്കിൽ ഇൻഡെഫിനിറ്റ്. അപ്പോൾ ഇൻഡെഫിനിറ്റിൻ്റെ അർത്ഥം അറിയാമല്ലോ. ഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു എണ്ണത്തെ സൂചിപ്പിക്കുന്നത്. ഇൻഡെഫിനിറ്റ് എന്താണ്, കൃത്യമായിട്ടുള്ള ഒരു എണ്ണം ഇല്ല, അനന്തമായിട്ട് പോകുന്ന സംഗതിയാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഫ്യൂ ഗേൾസ്, ഏതാനും പെൺകുട്ടികൾ. സെവറൽ ബോയ്സ്, ഒരുപാട് ആൺകുട്ടികൾ. അപ്പോൾ ഫ്യൂ, സെവറൽ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഒന്നിലധികം ആളുകൾ അവിടെ ഉണ്ട് എന്ന്. പക്ഷെ അത് എത്രയാണെന്ന് പറയുന്നില്ല. അത് 10 ആകാം, 20 ആകാം, 30 ആകാം, പക്ഷെ അത് എത്രയാണ് എന്ന് പറയുന്നില്ല. അപ്പോൾ അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ തന്നെ 2 തരത്തിലുണ്ട്. ഡെഫിനിറ്റ് ഉണ്ട്, ഇൻഡെഫിനിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ടും എണ്ണം പറയും. ഇൻഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ടും എണ്ണം പറയില്ല. അവിടെ ഫ്യൂ, സെവറൽ എന്നൊക്കെയാകും വരിക. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. ഫ്യൂ, സെവറൽ എന്ന് പറയുമ്പോൾ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ കുറച്ചധികം ആളുകളുണ്ട് അല്ലെങ്കിൽ നമ്പേഴ്സിലേക്കുള്ളൊരു ഹിൻറ്റ് വരും. നമ്മൾ നേരത്തെ ക്വാണ്ടിറ്റി പറഞ്ഞ സമയത്ത് അവിടെ കുറച്ച് കൂടുതൽ എന്നൊക്കെ പറഞ്ഞില്ല, കുറച്ച് പാല്. അപ്പോൾ അത് എണ്ണത്തെ കൃത്യമായിട്ടും സൂചിപ്പിക്കുന്ന സംഗതിയല്ല, കുറച്ചാണോ കൂടുതലാണോ എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. പാലിന് നമുക്ക് എണ്ണാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ നമ്പേഴ്സിൻ്റെ അടുത്തിലേക്ക് വരുന്ന സമയത്ത് എണ്ണത്തിലേക്കുള്ളൊരു ഹിൻ്റാണ്. ഫ്യൂ ഗേൾസ് എന്ന് പറയുമ്പോൾ ഫ്യൂ ഗേൾസ് അത് 10 ആകാം, 20 ആകാം, 30 ആകാം, അങ്ങനെ ഒരു നമ്പറിലേക്കുള്ളൊരു ഹിൻ്റ് ഉണ്ട്.
സെവറൽ ബോയ്സ് എന്ന് പറയുമ്പോൾ അതും 20 കുട്ടികളാകാം, 30 ആൺകുട്ടികളാകാം. നമ്പറിലേക്കുള്ളൊരു ഹിൻറ്റ് വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? അത് സംശയം വരരുത്. ഞാൻ ആ ഒരു ക്വാണ്ടിറ്റിയിൽ പറഞ്ഞ എക്സാമ്പിൾസ് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരണം. ഇവിടെ എല്ലാം നിങ്ങൾ നോക്കൂ. സം മിൽക്ക്, കുറച്ച് മിൽക്ക്, ഇതൊക്കെ അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസ് ആണ് അല്ലേ? മിൽക്ക് ആകട്ടെ, ഓയിൽ ആകട്ടെ, ഷുഗർ ആകട്ടെ, മാനേഴ്സ് ആകട്ടെ, അതൊക്കെ നമുക്ക് അൺകൗണ്ടബിൾ എന്ന് പറയാൻ പറ്റുന്ന സംഗതികളാണ്. അപ്പോൾ നമ്മുടെ അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി, കുറച്ച് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയാണ്. ആ ക്വാണ്ടിറ്റി വരുന്നത് സമ്മും ഇനഫും സഫിഷ്യൻ്റ് ഒക്കെ വരുന്നത് അൺകൗണ്ടബിൾ, എണ്ണാൻ കഴിയാത്തത്. മിൽക്ക് എണ്ണാൻ കഴിയാത്തതാണ്, ഓയിൽ എണ്ണാൻ കഴിയാത്തതാണ്, ഷുഗർ എണ്ണാൻ കഴിയാത്ത നൗൺസ് ആണ്. എന്നാൽ നമ്പേഴ്സ് വരണമെങ്കിൽ അത് കൗണ്ടബിൾ ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഫ്യൂ ഒക്കെ കൗണ്ടബിളിന് യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. ഫ്യൂ, സെവറലൊക്കെ കൗണ്ടബിൾ നൗണിന് യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവ്സ് ആണ് എന്നും മനസ്സിലാക്കിയിരിക്കുക. ഫ്യൂ അതേപോലെ ലിറ്റിൽ പോലുള്ള അഡ്ജക്റ്റീവിനെ കുറിച്ച് നമ്മൾ അവസാനം കുറച്ച് കാര്യങ്ങൾ പറയും. ക്ലിയർ? ദെൻ അടുത്തത് കാർഡിനൽ അഡ്ജക്റ്റീവ്സ്. അടുത്തൊരു സംഗതിയാണ് കാർഡിനൽ അഡ്ജക്റ്റീവ്സ്. എന്താണ് കാർഡിനൽ അഡ്ജക്റ്റീവ്സ്? കാർഡിനൽ അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ adjectives indicating a definite number like 1, 2, 3, 4 are called cardinal adjective. നമ്മൾ അഡ്ജക്റ്റീവ് നമ്പറിനെ തന്നെ സൂചിപ്പിക്കുന്ന മറ്റൊരു അഡ്ജക്റ്റീവാണ് കാർഡിനൽ അഡ്ജക്റ്റീവ്. 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എണ്ണി പറയാൻ പറ്റുന്നത് കാർഡിനൽ അഡ്ജക്റ്റീവാണ്. അപ്പോൾ നമ്മളിവിടെ അഡ്ജക്റ്റീവ് ഓഫ് നമ്പറിനെ കുറിച്ചാണ് പറഞ്ഞത്. അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ പൊതുവിൽ രണ്ടായിട്ട് നമ്മൾ തരംതിരിച്ചു, ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും. ഇനി ഈ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള നമ്പേഴ്സിൽ തന്നെ ഡെഫിനിറ്റ് നമ്പേഴ്സ് തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഈ ഡെഫിനിറ്റ് നമ്പർ, ഒരു നിശ്ചിത നമ്പർ 1, 2, 3 ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ അത് കാർഡിനൽ അഡ്ജക്റ്റീവ് ആണ് അല്ലേ? അവന് 4 പേനയുണ്ട്. ഹി ഹാസ് 2 ബുക്സ്, അവൾക്ക് 2 പുസ്തകങ്ങളുണ്ട്. മനസ്സിലായോ? ആദ്യം നമ്മൾ നമ്പർ അഡ്ജക്റ്റീവ് ഒന്ന് വളരെ ജനറൽ ആയിട്ടൊരു സംഗതി പറഞ്ഞു. ഈ നമ്പർ അഡ്ജക്റ്റീവ് തന്നെ ഡെഫിനിറ്റും ഉണ്ട്, ഇൻഡെഫിനിറ്റും ഉണ്ട്. ഈ ഡെഫിനിറ്റ് തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് കാർഡിനൽ അഡ്ജക്റ്റീവ്. കാർഡിനൽ അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 എന്ന എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ 4 പേനയുണ്ട്, 2 പുസ്തകമുണ്ട്. ഇത് കാർഡിനൽ അഡ്ജക്റ്റീവ് ആണ്. ഇനി ഓർഡിനൽ അഡ്ജക്റ്റീവ് ഉണ്ട്. ഓർഡിനൽ അഡ്ജക്റ്റീവ് ആകുമ്പോൾ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ്, എത്രാമത്തേത് എന്ന് സൂചിപ്പിക്കുന്നതാണ്. മനസ്സിലായോ? കാർഡിനൽ എന്ന് പറയുമ്പോൾ 1, 2, 3 എന്ന കൗണ്ടിനെ സൂചിപ്പിക്കുന്നതാണ്. 1 പുസ്തകം, 2 പുസ്തകം, 4 പുസ്തകം, 5 കാറ്, 7 പുസ്തകം എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ഓർഡിനൽ ആവുമ്പോൾ എത്രാമത്തേത് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. 1ാമത്തത്, 2ാമത്തത്, 3ാമത്തത് എന്ന് സൂചിപ്പിക്കുന്നതാണ്. അല്ലേ? ഫസ്റ്റ് 1ാമത്തത്, സെക്കൻഡ് 2ാമത്തത്, തേർഡ് 4th എന്നൊക്കെ വരും. ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ദിസ് ബുക്ക് ഈസ് ഓൺ വെർബ്. ഈ പുസ്തകത്തിലെ ആദ്യത്തെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഓർഡറിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ? എത്രാമത്തേത് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്പേഴ്സിനെ സൂചിപ്പിക്കുന്ന അഡ്ജക്റ്റീവ് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഡെഫിനിറ്റ് ഉണ്ട്, ഇൻഡെഫിനിറ്റ് ഉണ്ട്. ഡെഫിനിറ്റ് ആകുമ്പോൾ ഒരു നിശ്ചിത നമ്പേഴ്സിനെ എടുത്ത് പറയും. ഇൻഡെഫിനിറ്റ് ആകുമ്പോൾ അവിടെ ഒരു നിശ്ചിത നമ്പറിനെ എടുത്ത് പറയില്ല, പക്ഷേ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒന്നിലധികം ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത്. സെവറിലൊക്കെ അതിന് ഉദാഹരണമാണ്. ഇനി ഡെഫിനിറ്റ്, നിശ്ചിത നമ്പേഴ്സ് എടുത്ത് പറയുമ്പോൾ തന്നെ അത് 2 രീതിയിൽ പറയും. കാർഡിനൽ അഡ്ജക്റ്റീവ് ആയിട്ട് പറയും. കാർഡിനൽ അഡ്ജക്റ്റീവ് ആകുമ്പോൾ 1 ആണോ 2 ആണോ 3 ആണോ എന്നൊരു നമ്പറിനെയാണ് നമ്മൾ പറയുക. 5 ബുക്സ്, 6 ബുക്സ് അങ്ങനെ. എന്നാൽ ഓർഡിനൽ അഡ്ജക്റ്റീവ്സ് ആകുമ്പോൾ 1ാമത്തേതാണോ അഥവാ അതിൻ്റെ ഓർഡർ എത്രാമത്തേതാണ് എന്ന സൂചനയാണ് വരുന്നത്. 1ാമത്തേതാണോ 2ാമത്തേതാണോ 3ാമത്തേതാണോ എന്ന രീതിയിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഓർഡിനൽ അഡ്ജക്റ്റീവിൻ്റെ പ്രത്യേകത, ആർട്ടിക്കിൾ ദ ഈസ് യൂസ്ഡ് ബിഫോർ ഓർഡിനൽ ആൻഡ് നോട്ട് ബിഫോർ കാർഡിനൽ. ഒരു അഡ്ജക്റ്റീവ് ഓർഡിനൽ അഡ്ജക്റ്റീവ് ആണെങ്കിൽ അതിന് മുന്നിൽ ആരുണ്ടാകും? ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ടാകും. ദ ഫസ്റ്റ്, ദ സെക്കൻഡ്, ദ തേർഡ് എന്ന് പറയും. ദ 1, ദ 2, ദ 3 എന്ന് പറയില്ല. അപ്പോൾ ഓർഡിനൽ അഡ്ജക്റ്റീവിന് മുന്നിൽ നമ്മൾ ദ ചേർക്കാറുണ്ട്. ദ ഫസ്റ്റ്, ദ സെക്കൻഡ്, ദ തേർഡ്, ദ ഫോർത്ത് എന്ന് നമുക്ക് പറയാം. എങ്ങനെ പറയാൻ പറ്റില്ല? ദ 1, ദ 2, ദ 3 എന്ന് പറയാൻ പറ്റില്ല എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ സ്പോട്ട് ദ എറർ കാണുന്ന സമയത്ത് ഒരു
ഓർഡിനൽ അഡ്ജക്റ്റീവിന് മുന്നിൽ ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ വന്നാൽ അത് ഓക്കെയാണ്. എന്നാൽ നമ്മൾ പറയാണ് ഹി ഹാസ് ദ 5 ബുക്സ്, ഹി ഹാസ് ദ 5 ബുക്സ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം 5 കാർഡിനലാണ്. ഒരു കാർഡിനൽ അഡ്ജക്റ്റീവിന് മുന്നിൽ ഒരിക്കലും ആർട്ടിക്കിൾ വരില്ല. ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരില്ല. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ? സോ ലെസൺ 1 ഈസ് ഓൺ വേർബ്. ഇവിടെ നമ്മൾ പറഞ്ഞു ലെസൺ 1 ഒന്നാമത്തെ ഭാഗം അത് വേർബിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഇവിടെ 1, ഈ 1ന് മുന്ന് 1 എന്ന് പറയുന്നത് കാർഡിനലാണ് അല്ലേ? കാർഡിനൽ അഡ്ജക്റ്റീവാണ്. 1, 2 പാഠം 1 വേർബിനെ കുറിച്ചാണ്. പാഠം 1 വേർബിനെ കുറിച്ചാണ് എന്ന് പറയുമ്പോൾ ഇത് കാർഡിനൽ അഡ്ജക്റ്റീവാണ്. കാർഡിനൽ അഡ്ജക്റ്റീവിന് മുന്നിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ആർട്ടിക്കിൾ ചേർക്കില്ല. എന്നാൽ ദ ഫസ്റ്റ് ലെസൺ ഒന്നാമത്തെ പാഠം എന്ന് പറയുമ്പോൾ അത് ഓർഡിനലാണ്. ഓർഡിനൽ ആകുന്ന സമയത്ത് തൊട്ട് മുന്നിൽ എന്ത് ചേർക്കാം? ആർട്ടിക്കിൾ ചേർക്കാം. കാർഡിനൽ ആകുമ്പോൾ അതിന് മുന്നിൽ ആർട്ടിക്കിൾ ചേർക്കാൻ പാടില്ല കേട്ടോ. ആർട്ടിക്കിൾ ചേർക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇതൊക്കെ സ്പോട്ട് ദ എററിൽ വരുന്നതാണ്. ഇനി നിങ്ങൾ സ്ഥിരം ചോദിക്കുന്നതാണ് പാരഗ്രാഫ് അല്ലെങ്കിൽ റീഡിങ് കോംപ്രിഹെൻഷൻ ചെയ്യുന്നില്ലേ എന്നുള്ളത്. അത് നമുക്ക് ചെയ്യാം. റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് പല ഗ്രാമർ ഭാഗങ്ങളും ഒരുമിച്ച് കൂട്ടി ചേർത്താണ് റീഡിങ് കോംപ്രിഹെൻഷൻ ചോദിക്കുന്നത്. അപ്പോൾ കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്തിട്ട് നമുക്ക് നേരെ റീഡിങ് കോംപ്രിഹെൻഷൻ വർക്കൗട്ട് ചെയ്യുക. പരമാവധി നമ്മൾ വർക്കൗട്ട് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന സംഭവം 2 തരത്തിലാണ് വരുന്നത്. നമുക്ക് വരുന്നത് ഗ്രാമർ ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഗ്രാമേഴ്സ് മനസ്സിലാക്കുക, അതിനുശേഷം നമ്മൾ റീഡിങ് കോംപ്രിഹെൻഷനിലേക്ക് പോകും. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു വസ്തുവിനെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന പ്രൊനൗണാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ. ദിസ് ദാറ്റ് ഒക്കെ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ അത് നമ്മൾ കൃത്യമായിട്ടും പഠിച്ചു. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. The adjective which points to the noun used immediately after it is called demonstrative adjective. ശേഷം വരുന്ന നൗണിനെ സൂചിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കാൻ, അങ്ങനെ തന്നെ നമ്മൾ പറയും. പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിനെ ചൂണ്ടിക്കാണിക്കാൻ എന്നാണ്. നമ്മൾ പറയുന്ന ഒരു നൗണിനെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിലേക്ക് സൂചന നൽകുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദിസ് ബോയ്, ഈ ആൺകുട്ടി, ദാറ്റ് ഗ്രൂപ്പ്, ആ സംഘം, ദീസ് പീപ്പിൾ, ഈ കാണുന്ന ജനങ്ങൾ, ദോസ് പീപ്പിൾ, ആ കാണുന്ന ജനങ്ങൾ. ഇതൊക്കെ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ അല്ലേ? ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആണെങ്കിൽ അവിടെ ചെറിയൊരു വ്യത്യാസം വരും, മനസ്സിലാക്കുക. അപ്പോൾ ദിസ് ബോയ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഏകവചനത്തെ സൂചിപ്പിക്കുന്നതാണ്. ദാറ്റ് ബോയ് എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള സിംഗുലർ ആയിട്ടുള്ള ആളെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി ദീസ് എന്ന് പറയുമ്പോൾ അടുത്തുള്ള പ്ലൂറലാണ് അല്ലേ? അടുത്തുള്ള ഒരുപാട് ആളുകളെ സൂചിപ്പിക്കുകയാണ്. ഈ കാണുന്ന ജനങ്ങൾ. ദോസ് എന്ന് പറയുമ്പോൾ ദൂരെയുള്ള പ്ലൂറലാണ്, ആ കാണുന്ന ജനങ്ങൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നിയർ ആയിട്ടുള്ള സിംഗുലർ ആണ്. ഇത് നിയർ ആയിട്ടുള്ള ദൂരത്തുള്ള ഫാർ ആയിട്ടുള്ള സിംഗുലർ ആണ്. ഇത് നിയർ ആയിട്ടുള്ള പ്ലൂറലാണ് NP. ഇത് ഫാർ ആയിട്ടുള്ള പ്ലൂറലാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള സംശയം, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവും ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗണും എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇതല്ലേ നിങ്ങളുടെ സംശയം. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആകുമ്പോൾ, അഡ്ജക്റ്റീവ് ആണെങ്കിൽ ശേഷം ഒരു നൗൺ വേണ്ടേ? നൗൺ വേണം. നമ്മൾ പൊസസീവ് പ്രൊനൗണും പൊസസീവ് അഡ്ജക്റ്റീവും പറഞ്ഞതുപോലെ അഡ്ജക്റ്റീവ് ആണോ, അതിനുശേഷം ഒരു നൗൺ ഉണ്ടാകണം. ഒരു നൗണിനെ വിശേഷിപ്പിക്കാനല്ലേ അഡ്ജക്റ്റീവ് വരുന്നത്. ആ ഒരു സാധനം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. ദിസ് ഒരു ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണെങ്കിൽ തൊട്ടുടനെ തന്നെ ആരുണ്ടാകും? ഒരു നൗൺ ഉണ്ടാകും. അപ്പോൾ എവിടെയും നിങ്ങൾ ചിന്തിച്ചാൽ മതി, എവിടെ അഡ്ജക്റ്റീവ് ഉണ്ടാലും ശേഷം ഒരു നൗൺ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ദിസിന് ശേഷം ഒരു നൗൺ ഉണ്ട്, ദാറ്റിന് ശേഷം ഒരു നൗൺ ഉണ്ട്, ദീസിന് ശേഷം ഒരു നൗൺ ഉണ്ട്. സോ ഇതെല്ലാം ഈ ദിസ് ദാറ്റൊക്കെ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. പ്രൊനൗൺ ആണെങ്കിൽ ശേഷം എന്തല്ല ഉണ്ടാകുന്നത്? നൗൺ അല്ല ഉണ്ടാകുന്നത്, മിക്കവാറും ഒരു ഓക്സിലറി വേർബാണ്. അപ്പോൾ ദിസിന് ശേഷം ഒരു ഓക്സിലറി കണ്ടാൽ മനസ്സിലാക്കുക അവിടുത്തെ ദിസ്
അഡ്ജക്റ്റീവ് അല്ല, അതൊരു പ്രൊനൗൺ ആണ്. ഇനി ദിസിന് ശേഷം നൗൺ ആണ് കാണുന്നതെങ്കിൽ മനസ്സിലാക്കുക, നൗണിനെ വിശേഷിപ്പിക്കാനാണ് ദിസ് വന്നത്, അതുകൊണ്ട് അത് അഡ്ജക്റ്റീവ് ആണ്. മനസ്സിലായോ? സോ ഇഫ് ദിസ്, ദാറ്റ്, ദീസ്, ദോസ് ഈസ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിഡ് ബൈ എ നൗൺ, ദിസ്, ദാറ്റ്, ദീസ് എന്നതിന് ശേഷം നൗൺ ആണ് വരുന്നത് എങ്കിൽ ഇത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. എന്നാൽ ഇവയ്ക്ക് ശേഷം നൗൺ അല്ല ഒരു വെർബാണ് വരുന്നത് എങ്കിൽ then these words will be demonstrative pronouns. അതിന്റെ കാരണം മനസ്സിലായോ? ഈ സംഗതി മനസ്സിലുണ്ടാവും, അഡ്ജക്റ്റീവ് ആണ് ശേഷം നൗൺ ഉണ്ടായിരിക്കും. അപ്പൊ ദിസിന് ശേഷം നൗൺ ഉണ്ടെങ്കിലാണ് അത് അഡ്ജക്റ്റീവ്. ദിസിന് ശേഷം ഒരു വെർബ് വന്നാൽ, ഓക്സിലറി വെർബ് വന്നാൽ ഒരിക്കലും അത് അഡ്ജക്റ്റീവ് അല്ല, അതൊരു പ്രൊനൗൺ ആണ്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ എല്ലാം നിങ്ങൾക്ക് ദിസ്, ദാറ്റ് ഒക്കെ സെന്റൻസിന്റെ തുടക്കത്തിൽ കാണാം അല്ലെ? ഇവിടെ സെന്റൻസ് തുടങ്ങുന്നത് ദിസിലാണ്, ഇവിടെയും ദിസിലാണ്. എന്നാൽ ഈ ദിസിന് ശേഷം നൗൺ ഉണ്ട്, ദിസ് ഗേൾ ഈസ് ഗുഡ്. സോ ഈ ദിസ് എന്താണ്? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. എന്നാൽ ഇവിടെ ദിസിന് ശേഷം എന്ത് വന്നില്ല? നൗൺ വന്നില്ല, ഇവിടെ ഓക്സിലറി വെർബാണ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് ഇതാ അഡ്ജക്റ്റീവ് അല്ല, പ്രൊനൗൺ ആണ്. അതേപോലെ ദാറ്റ് പെൻ ഈസ് ന്യൂ. അപ്പൊ ഇവിടെ പെന്നിന് മുന്നേ അഥവാ ദാറ്റിന് ശേഷം ഒരു നൗൺ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ പെന്നിനെ വിശേഷിപ്പിക്കാനാണ് ദാറ്റ് വന്നത്, അതുകൊണ്ട് അത് അഡ്ജക്റ്റീവ് ആണ്. എന്നാൽ ഇവിടെ ദാറ്റിന് ശേഷം നൗൺ അല്ല വന്നത്, ഈസ് എന്ന ഓക്സിലറി ആണ്. ദാറ്റ് ഈസ് എ ന്യൂ പെൻ, അത് ഒരു പുതിയ പേനയാണ്. സോ ഇത് പ്രൊനൗൺ ആണ്. ദെൻ ദീസ് ഷർട്ട്സ്, ദീസിന് ശേഷം ഒരു നൗൺ വരുന്നുണ്ട്, ആ നൗണിനെ വിശേഷിപ്പിക്കാനാണ് ദീസ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് അത് അഡ്ജക്റ്റീവ് ആണ്. എന്നാൽ ഇവിടെ ദീസ് ആർ എന്നാ വന്നത്, ശേഷം നൗൺ അല്ല, അപ്പോൾ അതൊരു അഡ്ജക്റ്റീവ് അല്ല, ഒരു പ്രൊനൗൺ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, കൺഫ്യൂഷന്റെ ആവശ്യമേ വരുന്നില്ല. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്. നേരത്തെ പറഞ്ഞ അതേ നിയമം തന്നെ ഇവിടെ ബാധകമാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ ഇല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും. അതേ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗണിന്റെയും അഡ്ജക്റ്റീവിന്റെയും ഇടയിലുള്ള വ്യത്യാസം ഇനി നിങ്ങൾക്ക് കണ്ടിട്ട് പറയാം. ഒന്ന് പറഞ്ഞേ, എന്താണ് വ്യത്യാസം? ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആകുമ്പോൾ ശേഷം ഒരു നൗൺ ഉണ്ടാകും. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ ആകുമ്പോൾ ശേഷം നൗൺ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു നൗൺ ആയിരിക്കില്ല ഉണ്ടാവുക, മറ്റേതെങ്കിലും വേർഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ അല്ലേ? സോ നമുക്ക് നോക്കാം. ദ അഡ്ജക്റ്റീവ് വിച്ച് അഡ്രസ്സസ് എവറി ഒബ്ജക്റ്റ് ഓർ പേഴ്സൺ ഓഫ് എ ക്ലാസ് ഈസ് കോൾഡ് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് മുഴുവനും അല്ലെങ്കിൽ ഒരു വ്യക്തി മുഴുവനും, നമ്മൾ ഈച്ച് എവറി ഒക്കെ എന്ന് പറയുമ്പോൾ, ഇപ്പം ഈച്ച് മാൻ, പുരുഷന്മാരിലെ ഓരോ ആളുകളും, ഈച്ച് പെൻ ആയിരിക്കുന്ന പേനയിലെ ഓരോന്നും. അപ്പോൾ ഒരു വ്യക്തിയിലെയോ ഓരോ ഒബ്ജക്റ്റിലെയോ എല്ലാ ആളുകളും എന്ന് സൂചിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവാണ് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്. ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കൂ, ഈച്ച് കാൻഡിഡേറ്റ്, ഉദ്യോഗാർത്ഥികളിൽ ഓരോ ആളുകളും. അപ്പം കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ എല്ലാ ആളുകളും, ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്. അഥവാ ഓരോ ആളുകൾക്കും നമ്മൾ ആ ഒരു ക്വാളിറ്റി എന്ത് ചെയ്യാണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ഈച്ച് കാൻഡിഡേറ്റ് ഈസ് ഹോണസ്റ്റ്. അവിടെ ഇരിക്കുന്ന കാൻഡിഡേറ്റിൽ ഓരോ ആളുകളും ഹോണസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഹോണസ്റ്റ് എന്ന് പറയുന്ന സംഭവത്തെ എല്ലാ കാൻഡിഡേറ്റിലും നമ്മൾ എന്ത് ചെയ്യാണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്, വിതരണം ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് കേട്ടോ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു കാറ്റഗറിയിലെ എല്ലാ ആളുകളിലേക്കും നമ്മൾ എന്തെങ്കിലും ഒരു സംഭവത്തെ വിതരണം ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരിൽ എല്ലാവരിലും ആ കാര്യമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടീവ്. സോ ഈച്ച് കാൻഡിഡേറ്റിൽ എല്ലാ ഓരോ ആളുകളിലും, അപ്പോൾ കാൻഡിഡേറ്റിൽ എല്ലാ ആളുകളിലും അത് ബാധകമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഈച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഈച്ചിന് ശേഷം നൗൺ ആണോ? കാൻഡിഡേറ്റ് ഒരു നൗൺ ആണ്, അതുകൊണ്ട് ഇതൊരു അഡ്ജക്റ്റീവ് ആണ്, വെറും അഡ്ജക്റ്റീവ് അല്ല, ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ്. അതുപോലെ എവ്രി ബോയ് ഈസ് പ്രസന്റ് ടുഡേ, ഇന്ന് എല്ലാ കുട്ടികളും ഇവിടെ ഹാജരാണ്. സോ ഇവിടെ ബോയ് നൗൺ അല്ലേ, നൗണിന് മുന്നിൽ ഇത് വന്നത് കൊണ്ട് ഇത് അഡ്ജക്റ്റീവ് ആണ്, ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ്. ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈച്ച് കാൻഡിഡേറ്റ് ഈസ് ഹോണസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈച്ച് ഉപയോഗിച്ച് നമ്മൾ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു എങ്കിൽ നമ്മൾ അവിടെ എന്താണ് കൊടുക്കേണ്ടത്? സിംഗുലർ ആയിട്ടുള്ള ഓക്സിലറി ആണ് കൊടുക്കേണ്ടത്. അത് നിങ്ങൾ കോൺകേർഡിൽ പഠിക്കേണ്ട സാധനമാണ്, ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം.
എവ്രി ബോയ്. അപ്പോൾ എല്ലാ ആൺകുട്ടികളും ഈസ് പ്രസൻറ്റ് ടുഡേ, ഇന്ന് ഇവിടെ പ്രസൻ്റ് ആണ്. പറയുമ്പോൾ നമുക്ക് പ്ലൂറൽ അല്ലേ എന്ന് തോന്നുമെങ്കിലും നമ്മൾ അതിനെ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത് അല്ലേ. എല്ലാ ആൺകുട്ടികളും, അപ്പോൾ ആൺകുട്ടികളിൽ നിന്നുള്ള എല്ലാ ഓരോ ആളുകളും, അപ്പോൾ അവിടെ എല്ലാ ഓരോ ആളുകളെയും ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ സിംഗുലർ ആയിട്ട് പരിഗണിക്കുന്നത്. അതുകൂടി ഓർത്തിരിക്കുക. വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, വളരെ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.